അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പണ്ട് മൂസാ നബിയുടെ സമൂഹത്തിൽ ഒരാളുണ്ടായിരുന്നു. തികഞ്ഞ ആത്മചിന്തകനും തങ്കമാർന്ന സ്വഭാവമുള്ള ഒരാളും, എന്നാൽ അതിനൊപ്പം തന്നെ നല്ല രസികനായ ഒരാൾ. മൂസാ നബിക്ക് അയാളെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇടയ്ക്കിടെ നബിയെ ചെന്ന് കാണുകയും നബിയുമൊത്ത് സംസാരിച്ചിരിക്കുകയും ഒക്കെ ചെയ്യും. പതിയെ നബിയും ഇയാളും ഇണപിരിയാത്ത കട്ടച്ചങ്കുകളായി മാറി. ഒരു നേരം നബിനെ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ദിവസം ഇയാൾക്ക് ഉറക്കം കിട്ടൂല. നബിക്കും ഇയാളുടെ അസാന്നിധ്യം പ്രയാസകരമായി മാറി. ഒരു ദിവസം നബിയുമായി ഇങ്ങനെ സംസാരിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് ഈ മനുഷ്യൻ പറഞ്ഞു, നബിയെ, അങ്ങ് മഹാഭാഗ്യവാനാണ്. എ റിയലി ലക്കി പേഴ്സൺ. അള്ളാഹുവിനെ അടുത്തറിയാൻ അവസരമൊത്തയാണ്. അവനുമായി ഡയറക്റ്റ് സംസാരിക്കാൻ ഭാഗ്യം ലഭിച്ചത്. പ്രവാചകരിൽ പ്രമുഖൻ. മൂസാ നബി ഈ മനുഷ്യനിങ്ങനെ പറയുന്നത് പുഞ്ചിരിച്ചുകൊണ്ടിങ്ങനെ മൂളിക്കൊടുത്തു. എങ്ങോട്ടാണ് ഇത് കൊണ്ടുപോകുന്നതെന്ന് അറിയണമല്ലോ. അയാൾ പറഞ്ഞു, പക്ഷേ നബിയെ, ഈ സാധുവിൻ്റെ അവസ്ഥ എന്താണ്? അങ്ങനെ ഒരു മഹത്വവും അവകാശപ്പെടാനില്ല. അവകാശപ്പെടാനുള്ളത് അങ്ങയുമായുള്ള ഈ കൂട്ടുകെട്ട് മാത്രം. മൂസാ നബി തമാശ മട്ടേനെ ചോദിച്ചു, മച്ചാനത് പോരളിയ, അത് ചെറിയ കാര്യമാണ്. പക്ഷേ നമ്മുടെ ആള് ഗൗരവമൊന്നും വിടാതെ മൂസാ നബിയോട് പറഞ്ഞു, നബിയെ, അത് ശരി തന്നെ, അങ്ങയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആവുമെന്ന് പറഞ്ഞാൽ ചെറിയ കിട്ടലൊന്നുമില്ല. പക്ഷേ എനിക്കത് മാത്രം പോരെ നബി. നീ എന്താണ് പറഞ്ഞു വരുന്നത്? മൂസാ നബി സംശയത്തോടു കൂടെ ചോദിച്ചു. വേറൊന്നുമല്ല നബിയെ, എനിക്കും അങ്ങേപ്പോലെ ആത്മീയ പൊരുൾ കിട്ടണം. അള്ളാഹുവിൻ്റെ മാരിഫത്തിൽ നിന്ന് കുറച്ചെങ്കിലും എനിക്ക് സിദ്ധമാക്കണം. മൂസാ അലൈഹി സ്വലാം പറഞ്ഞു, മാഷാ അല്ലാഹ്, അത് നല്ല കാര്യമേ. പക്ഷേ നബിയെ, അതിലെനിക്ക് നിങ്ങളുടെ ഒരു ഹെൽപ്പ് വേണം. ഹെൽപ്പോ? അതിനെന്താ? എന്ത് ഹെൽപ്പാ മുത്തേ ഞാൻ നിനക്ക് ചെയ്തു തരേണ്ടത്? വേറൊന്നും വേണ്ട നബിയെ, അങ്ങ് അവിടെ നിന്ന് എനിക്ക് വേണ്ടി അള്ളാഹുവിനോട് ഒന്ന് ദ്വാ ചെയ്താൽ മതി. തൻ്റെ ആത്മാർത്ഥ കൂട്ടുകാരൻ ഒരു സഹായം ചോദിച്ചാൽ എങ്ങനെയാ ചെയ്യാതിരിക്കുക? മൂസാ നബി കൂട്ടുകാരൻ്റെ അപേക്ഷ ഗൗരവമായി തന്നെ എടുത്തു. അവിടെ നിന്ന് അള്ളാഹുവിനോട് കൂട്ടുകാരന് വേണ്ടി ആത്മാർത്ഥമായി അങ്ങ് പ്രാർത്ഥിച്ചു. യാ റബ്ബ്, എൻ്റെ ഈ കൂട്ടുകാരന് നീ നിന്നെ ശരിക്കൊന്ന് അറിയിച്ചു കൊടുക്കറപ്പേ. കൂട്ടുകാരൻ ആമീൻ പറഞ്ഞു. ഹാപ്പിയായി അവിടുന്ന് പിരിച്ചുപോയി. അടുത്ത ദിവസം സാധാരണ വരുന്ന സമയമായിട്ടും മൂസാ നബി തൻ്റെ കൂട്ടുകാരനെ കണ്ടില്ല. മൂസാ നബി കൂട്ടുകാരനെയും കാത്തിരിപ്പായി. പക്ഷേ അയാൾ അന്ന് വന്നില്ല. അടുത്ത ദിവസവും നബി അദ്ദേഹത്തെ പ്രതീക്ഷിച്ചിരുന്നു. അന്നും ആ മനുഷ്യൻ വന്നില്ല. ദിവസങ്ങൾ കടന്നുപോയി, ആഴ്ചകൾ കടന്നുപോയി, മാസങ്ങളായി. ആ കൂട്ടുകാരൻ ഒരു വട്ടം പോലും വന്നില്ല. മൂസാ നബി ആകെ സൈഡായി. തൻ്റെ ആത്മമിത്രത്തെ നബിക്ക് വല്ലാതെ മിസ് ചെയ്തു. ഒടുവിൽ കാത്തിരിപ്പിന് വിരാമമിട്ട് കൂട്ടുകാരനെയും തിരഞ്ഞ് മൂസാ നബി ഇറങ്ങി. പലയിടങ്ങളിലും മൂസാ നബി ആ മനുഷ്യനെ തപ്പി നോക്കി, പലരോടും ചോദിച്ചു നോക്കി. അപ്പോഴാണ് ഒരാൾ മൂസാ നബിയോട് പറഞ്ഞത്, നബിയെ, നിങ്ങളുടെ സുഹൃത്ത് കുറച്ച് കാലമായിട്ട് ഏതോ മലമുകളിൽ വന്യജീവികളുമൊത്ത് കഴിയുകയാണ്. ഭൗതിക ബന്ധങ്ങളൊന്നുമില്ല, ആരുമായിട്ടും ഒരു അടുപ്പമില്ല. അവിടെ എങ്ങനെ കഴിച്ചുകൂട്ടുക? തനിക്ക് തൻ്റെ ആത്മസുഹൃത്തിനെ നഷ്ടമായിരിക്കുന്നല്ലോ എന്നോർത്ത് മൂസാ നബിയുടെ മനമുരുകി. റബ്ബിലേക്ക് കരമുയർത്തിക്കൊണ്ട് പറഞ്ഞു, അല്ലാഹ്, എനിക്കെൻ്റെ സുഹൃത്തിനെ നഷ്ടപ്പെട്ടിരിക്കുന്ന റബ്ബേ, അവൻ എനിക്കൊരു മുതൽക്കൂട്ടായിരുന്നല്ല നാഥാ. അള്ളാഹു പറഞ്ഞു, ഏ മൂസ, അത് ശരി, നീ തന്നെയല്ലേ അവന് വേണ്ടി എന്നോട് ദ്വാ ചെയ്തത്? നീ എന്താണ് മൂസ കരുതിയത്? Now I am your best friends
ബെസ്റ്റ് ഫ്രണ്ട്. ഇപ്പോൾ നിൻ്റെ ആത്മസുഹൃത്തിൻ്റെ ഏക കൂട്ടുകാരൻ ഞാനാണ്. എന്നെ അറിഞ്ഞവൻ പിന്നെ പടപ്പുമായി എങ്ങനെ കൂട്ടുകൂടാനാണ് മൂസ? അള്ളാഹുവിൻ്റെ ഉത്തരം മൂസാ നബിയുടെ മനസ്സിന് കുളിർമയേക്കി. നബിക്ക് സമാധാനായി. കാരണം തൻ്റെ ആത്മസുഹൃത്ത് ഇപ്പോൾ ആത്മാനുഭൂതിയിൽ മനം നിറഞ്ഞാടുന്ന ഒരു മഹാമനുഷ്യനായി തീർന്നിരിക്കുകയാണ്. ഈ ലോകത്തുള്ള സൗഹൃദങ്ങൾക്കെല്ലാം അതിപ്പോൾ ഇനി എത്ര കെട്ടുറപ്പുള്ളതാണ് എന്ന് പറഞ്ഞാലും പരിധികളും പരിമിതികളുമുണ്ട്. അതിലൊട്ടുമിക്കതും നിലനിൽക്കുന്നത് 6 അടി മണ്ണ് വരെ മാത്രമായിരിക്കും, അല്ലേ? എന്നാൽ പടച്ച റബ്ബിനോട് എപ്പോഴെങ്കിലും ഒന്ന് സൗഹൃദം കൂടി നോക്കിയിട്ടുണ്ടോ? സൂഫിയാക്കൾ പറയുന്നുണ്ട്, ആ കൂട്ടുകെട്ട് അനന്തമായൊരു ലഹരിയാണ്. അതിൻ്റെ മധുരം അറിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളതെല്ലാം അയാൾക്ക് ടൈം വേസ്റ്റിംഗ് ആയി മാറും. അതനുഭവിക്കണമെങ്കിൽ അള്ളാഹിൻ്റെ തൗഫീക്ക് വേണം. റബ്ബ് തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.